നമസ്കാരം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ധനകാര്യ കമ്മീഷൻ അറിയിക്കട്ടെ, എന്നിട്ടാകാം ബജറ്റിൽ കേരളത്തിന് പദ്ധതികൾ എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. കേരളം ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയുകയല്ല വേണ്ടത്, കിട്ടിയ ഫണ്ട് ചെലവാക്കിയാണ് വേണ്ടതെന്ന് പറയുന്നു മറ്റൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താഴെത്തട്ടിലുള്ളവർക്ക് മാത്രമല്ല പരിഗണന നൽകേണ്ടതെന്ന പുതിയ സിദ്ധാന്തവും അവതരിപ്പിക്കുക മാത്രമല്ല, ആദിവാസി വകുപ്പ് പോലുള്ളവ ഭരിക്കാൻ ഉന്നത കുലജാതർ വേണമെന്നും പറയുന്നു സുരേഷ് ഗോപി. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ BJP പ്രതിനിധിയെ അയക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബജറ്റിലെ അവഗണനയോടുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണത്തെ കേരളം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി AR റഹീം MP, CPM വക്താവ്, കോൺഗ്രസ് വക്താവ് രാജു P നായർ, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ. ശ്രീ AR റഹീം, കേരളത്തോടുള്ള തുടർച്ചയായ അവഗണന, അത് നികുതി വിഹിതം നൽകുന്നതിലാണെങ്കിലും സമീപകാലത്ത് ഒരു 10 വർഷത്തെ ബജറ്റിലാണെങ്കിലും നമുക്ക് അനുഭവമുള്ളതാണ്. ഈ അവഗണനയെ രണ്ട് കേന്ദ്രമന്ത്രിമാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടു. ഇത് മുറിവിൽ ഉപ്പ് തേക്കുന്നതിന് സമമല്ലേ? തീർച്ചയായിട്ടുമാണ്. കേരളത്തെ ആകെ അപമാനിക്കലാണ്. കേരളം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനൊരുപാട് ചരിത്രമുണ്ട് ആ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ. എന്തു തന്നെയായാലും സംസ്കാര സമ്പന്നമായ, പരമാവധി മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമായി കേരളം മാറി. ഹെൽത്ത് സെക്ടറിൽ, വിദ്യാഭ്യാസത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ഒട്ടേറെ മുന്നേറാൻ കഴിഞ്ഞു. സമീപകാലത്തായി ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ഇങ്ങോട്ടുള്ള ഒരു പുതിയ വികസന എപ്പിസോഡിന്, വികസന ചാപ്റ്ററിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു. മുൻപ് സാമൂഹ്യ സുരക്ഷ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ, ഇത്തരം മേഖലകളിലായിരുന്നു കേരളം ഒരു റോൾ മോഡലായി മാറിയത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും, വ്യവസായിക പുരോഗതിയുടെ കാര്യത്തിലായാലും, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നമുക്ക് വലിയ തോതിൽ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ബെഞ്ച് മാർക്കായി മാറാൻ, മാതൃകയായി മാറാൻ കേരളത്തിന് സാധിക്കുന്നു. ഈ സാധ്യത നമ്മൾ നേടിയെടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ആ നേട്ടങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മളെ പല്ലിച്ച് കാണിക്കുകയാണ് അത് BJP ആണ്. യഥാർത്ഥത്തിൽ രണ്ട് മലയാളികളായ മന്ത്രിമാർ BJPക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി അടിമവേല ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. അവരാണ് യഥാർത്ഥത്തിൽ അടിമവേല ചെയ്യുന്നത്. അവർ ആത്മാർത്ഥമായി ഒന്ന് ശ്രീ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കൂ. ശ്രീ ജോർജ് കുര്യൻ എന്ന കോട്ടയത്തെ ഒരു സാധാരണ നാട്ടിൻ പരിസരത്തിൽ ജനിച്ച ഒരാൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്താൻ കഴിഞ്ഞ വിധമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിസരം കേരളത്തിലുണ്ടായിരുന്നു എന്നത് നന്ദിയോടെ അദ്ദേഹം സ്മരിക്കുകയല്ലേ വേണ്ടത്. ഒരുപക്ഷെ വ്യക്തിപരമായി അത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ രാഷ്ട്രീയമായി അവർക്കത് സാധിക്കുന്നില്ല. സാധിക്കാത്തതിൻ്റെ കാരണം രണ്ട് പ്രശ്നങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലും വളരെ പ്രകടമാണ്. ഒന്ന്, അന്ധമായ കേരള വിരോധമാണ്, മലയാളി വിരോധമാണ്. അത് BJP ഏറെക്കാലമായി കൊണ്ടു നടക്കുന്നതാണ്. രണ്ടാമത്തൊരു പ്രശ്നം, ഈ ശ്രീ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ ജാത്യാവബോധമാണ്, ഉന്നത കുലജാതൻ എന്നതിൽ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത് രണ്ടും, അതിന് സമാനമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും വ്യക്തിപരമായി ആരെയും ആക്രമിക്കാനല്ല ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അല്ല റഹീം, സുരേഷ് ഗോപിയുടെ കാര്യം അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ഭംഗ്യന്തരേണ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ BJPയുടെ അടിമ എന്ന് അങ്ങ് ഒരു വാക്ക് ഉപയോഗിച്ചു. അങ്ങനെ അടിമയാവാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സുരേഷ് ഗോപി. അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളിതിനെ, ഇപ്പോൾ നമ്മൾ പറയുന്നു സുരേഷ് ഗോപി ഇങ്ങനെയാണോ, ജോർജ് കുര്യൻ ഇങ്ങനെയാണോ, BJPക്കാർക്ക് ഇങ്ങനെ ആകാൻ കഴിയൂ. അതാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ രാഷ്ട്രീയ അടിമത്വം സ്വയം സ്വീകരിക്കുന്നവർ, BJP രാഷ്ട്രീയത്തെ പുണരുന്നവർ, അവർക്ക് ഇതേ സാധിക്കുള്ളൂ. കാരണം എന്താ, BJPയുടെ പൊളിറ്റിക്സ് ആണ്. തീവ്ര വലത് രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ BJPയുടെ രാഷ്ട്രീയമാണത്. എന്താ രാഷ്ട്രീയം? വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, ചേർത്ത് വെക്കലിൻ്റെ രാഷ്ട്രീയമല്ല. ഇത് രണ്ടിലും ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രകടമാണ്. ഒന്ന് കേരളത്തോടാകെയുള്ള, മലയാളികളോടാകെയുള്ള പരമപുച്ഛവും വെറുപ്പും അവജ്ഞയും. മറ്റൊന്നിലാണെങ്കിൽ ജാതി, വംശം, ഇതിലധിഷ്ഠിതമായ വെറുപ്പ്, വിഭജനം ഒക്കെ അതിൽ പ്രകടമാണ്. ഇവരുടെ പൊളിറ്റിക്സ് ആണെന്നേ. ഇപ്പോൾ കേരളത്തോടുള്ള ഈ വിരുദ്ധത
ഇവിടെ പറയുന്നത് മാത്രമായി കാണരുത്. ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ അതിനപ്പുറത്ത് പറയാണ്, എങ്ങനെയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ ഫിലിം വന്നത്? നമ്മളത് കുറെ ചർച്ച ചെയ്തു. ഇതൊന്നും BJPക്കെതിരായ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കമ്പാർട്ട്മെന്റിനെ എടുത്ത് ചർച്ച ചെയ്യേണ്ടതല്ല ജിംസെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് കേരള സ്റ്റോറി എന്നൊരു പ്രൊപ്പഗാൻഡ സ്റ്റോറി പറഞ്ഞത്, സിനിമ വരുന്നത്? എത്രയോ ലിറ്ററേച്ചറുകൾ ഹിന്ദിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലയാളികൾക്കെതിരെ, കേരളത്തിനെതിരെ എന്തൊരു പ്രൊപ്പഗാൻഡയാണ്. കേരളം വെറുപ്പിന്റെ ഇടമാണ്, കേരളം പോകാൻ പറ്റാത്ത സ്ഥലമാണ്, കേരളം മതവിദ്വേഷത്തിന്റെ ഇടമാണ്, കേരളം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം. ഒരു ദിവസം ഓർമ്മ വേണം നിങ്ങൾക്ക്, കേരളം ഉത്തരേന്ത്യയെ, ഉത്തർപ്രദേശിനെ മാതൃകയാക്കണം ഹെൽത്ത് കെയറിൽ എന്ന് വരെ പ്രചരണം നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഹെൽത്ത് കെയർ മോശമാണ്, ഉത്തർപ്രദേശിനെ മാതൃകയാക്കണം എന്ന് പ്രചരിപ്പിച്ചിട്ടില്ലേ? ഇതിൽ നിന്നെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഇത് RSSന്റെ പരിസരങ്ങളിൽ സംഘപരിവാറിന്റെ കേരള വിരുദ്ധത എന്ന് പറയുന്നത് വിദ്വേഷത്തിൽ അവർ കൃത്യമായ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്, നമുക്കെതിരായ ഒരു വിദ്വേഷം ജനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, മീഡിയ വൺ തന്നെ ഞാൻ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് കേരളീയ വേഷം ധരിച്ച് കൈലി ഉടുത്ത് നടത്തുന്നതിന്റെ പേരിൽ ആളുകൾ കയറി അടിച്ചു. ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്, മലയാളി വേഷത്തിന്റെ പേരിൽ. ഇപ്പം മലയാളികളോട്, കേരളത്തോട് ഏറെക്കാലമായി BJP സ്കൂളിൽ നിന്ന്, സംഘപരിവാർ സ്കൂളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെറുപ്പ്, ആ വെറുപ്പാണ് വന്നത്. മറ്റൊന്ന് മനുസ്മൃതിയാണ്, ചാതുർവർണ്ണയത്തെയാണ് അവർ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അവർ ജാതി, മതം, ഇതിനെല്ലാം, വംശം, ഇതിനെല്ലാം അധിഷ്ഠിതമായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. തീർച്ചയായും അവരുടെ വെറുപ്പാണ് ആ നിലയിൽ വന്നത്. ഞാൻ സന്ദർഭേന ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. 2014 അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കാലത്ത് SC/ST വിഭാഗങ്ങൾക്കെതിരെ നടന്ന അട്രോസിറ്റിയെ കുറിച്ച് പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചത് പെട്ടെന്ന് ഓർമ്മയാണ്. അതിൽ പ്രകടമായ വർധനവ് ഈ കാലയളവിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെയും ട്രൈബൽ വിഭാഗങ്ങൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അതിൽ മുന്തിയ പരിഗണനയിൽ നിന്നത് മധ്യപ്രദേശും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള BJPയുടെ സ്വാധീനവും അവർ ഭരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് വളരെ പ്രധാനമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞങ്ങളുടെ PM മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുടെ പ്രതികരണം കാണിച്ചു, MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഉറപ്പായും രണ്ട് മന്ത്രിമാരും ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, ഭരണഘടനയുടെ നീതി പുലർത്തണം. പ്രത്യേകിച്ച് ശ്രീ സുരേഷ് ബാബുയുടെ കാര്യം വരികയാണെങ്കിൽ ഭരണഘടനയിൽ ഈ പറയുന്ന ഉന്നത കുലജാതനില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കേരളത്തോടുള്ള അവഗണനയുടെ കാര്യത്തിലാണ്. കേരളത്തോട് ഒരു ദേശീയ പാർട്ടിയായ BJP, കേരളത്തിലും പ്രവർത്തിക്കുന്ന BJP നയം വ്യക്തമാക്കണം, നിലപാട് വ്യക്തമാക്കണം. എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു? ഞങ്ങൾ നേടിയ നേട്ടമാണോ, അതെ നിങ്ങളുടെ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കാത്തതാണോ? എന്താണ് കേരളത്തോടുള്ള നിങ്ങളുടെ അവഗണനയുടെയും അവജ്ഞയുടെയും കാരണം എന്താണെന്ന് രാജ്യം 2014 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയായ കേരളത്തിലും ഭരിക്കുന്ന BJP നയം വ്യക്തമാക്കണം. ഇന്ത്യൻ യൂണിയനിലെ ഒരു സ്റ്റേറ്റായ കേരളത്തോട് എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നയം വ്യക്തമാക്കണം. ശരി റഹീമിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജു പി നായർ, സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്കുകൾ കൊടുക്കുന്നു, കൃത്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് വർഷങ്ങളായി തന്നെ ഉന്നയിക്കുന്നു. ഇപ്പോൾ എയിംസിൻ്റെ കാര്യം എടുക്കുക. എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് BJP തന്നെ പ്രഖ്യാപിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വരും, ഉടൻ വരും എന്നല്ല. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ഭൂമി ഏറ്റെടുത്ത് ആ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനവുമില്ല. ബജറ്റിലല്ല അതൊക്കെ പ്രഖ്യാപിക്കുക, പിന്നെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. ഇവിടെ ഒരുതരം അവഗണന എന്ന് പറഞ്ഞാൽ പോരാ, അത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ അവഗണനയെക്കുറിച്ച് നിരന്തരം പറയാറുണ്ട്. പക്ഷേ കേരളത്തോട് സവിശേഷമായ അവഗണന മാത്രമല്ല, ഒരുതരം വൈരനിര്യാതന ബുദ്ധിയുണ്ട് എന്ന് തോന്നുന്നതാണ് ഈ ബജറ്റും ബജറ്റിന് ശേഷം മലയാളികളായ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണവും എന്ന് തോന്നുന്നില്ല. ഇതിനെതിരെ യഥാർത്ഥത്തിൽ അതിശക്തമായൊരു ഫൈറ്റ് പാർലമെന്റിൽ നടത്തേണ്ടതല്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വശം BJPയുടെ ഒരു ആശയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്വേഷമാണ്, വെറുപ്പാണ്. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കും മാത്രമേ BJPയായി മാറാൻ കഴിയുള്ളൂ. ആ വെറുപ്പും വിദ്വേഷവും പലതരത്തിൽ ഉപയോഗിക്കാം, പലതിനോട് ഉപയോഗിക്കും. തങ്ങളുടെ രാഷ്ട്രീയത്തോടും തങ്ങളുടെ ആശയത്തോടും ചേർന്ന് നിൽക്കാത്തവരെ എല്ലാം ജനാധിപത്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ജനാധിപത്യപരമായ അവകാശങ്ങളോ ആയിട്ടല്ല, മറിച്ച് വെറുപ്പ് കൊണ്ട് കാണുന്ന ഒരാശയത്തിൻ്റെ പേരാണ് BJP. അതുകൊണ്ടാണ് BJPക്കെതിരെയുള്ള പോരാട്ടത്തിന്
2024 മുൻപ് തുടക്കം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി BJPക്കെതിരെയുള്ള സമരമല്ല നടത്തിയത്, മറിച്ച് വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായിട്ടുള്ള സമരമാണ്. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ BJPയെ ഇല്ലാതെയാക്കാൻ കഴിയൂ എന്നുള്ള തികഞ്ഞ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വെറുപ്പും വിദ്വേഷവും പലതരത്തിൽ ഉപയോഗിക്കപ്പെടും. അത് ഒന്നാണ് കേരളത്തോട് കാണിക്കുന്നത്. കേരളം ഒരിക്കലും ഇവരുടെ വെറുപ്പും വിദ്വേഷവും പൂർണ്ണമായി സ്വീകരിക്കാൻ, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയ വ്യത്യാസം കാണുന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായിട്ട് ഇവരെ ഈ വെറുപ്പും വിദ്വേഷവും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത മലയാളിയെ, കേരളത്തെ ഇവർ കാണുന്നത് അവരുടെ ശത്രുവായിട്ടാണ്. എന്നെല്ലാം കേരളത്തിന് വേണ്ടി വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഞാനും റഹീമുമെല്ലാം പലപ്പോഴും വളരെ വാശിയോടുകൂടി വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്നവരാണ്. പക്ഷെ കേരളം എന്നുള്ളൊരു വിഷയം വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വാദിക്കുന്നത് പോലെ ഒരു രംഗത്തും ഒരു സാഹചര്യത്തിലും ഒരു വിഷയത്തിലും BJPയെ നമ്മുടെ കൂടെ കണ്ടിട്ടില്ല. കാരണം എന്നെല്ലാം കേന്ദ്രം, ഇപ്പോൾ സൊമാലിയ പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിൽ പല രീതിയിലുള്ള കേരള വിരുദ്ധ പരാമർശങ്ങളുണ്ടായി. പ്രളയകാലത്ത് ഇവരെടുത്ത സമീപനമുണ്ടായി. വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന അജേഷിന് കർണാടകത്തിൽ നിന്ന് വന്ന ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആനയായതുകൊണ്ട് കർണാടക സർക്കാർ 15 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ BJP നിലപാടെടുത്തു. അപ്പോൾ നമ്മൾ മലയാളി എന്നുള്ള വികാരത്തിൽ നിന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് മലയാളി എന്നുള്ള വികാരത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് എന്നെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോഴും ആ പരിസരത്തെങ്ങും നമ്മൾ BJPയെ കണ്ടിട്ടില്ല. അപ്പോഴും BJPയുടെ കേരള വിരുദ്ധ സമീപനത്തെ തലയിലൂടി ചൂടി നടന്നവരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ബജറ്റ് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കേരളത്തിന് വേണ്ടി നൽകിയ ഒരൊറ്റ പ്രോജക്റ്റ് പറയാൻ സാധിക്കുമോ? ഒരൊറ്റ പ്രോജക്റ്റ് കേരളത്തിന് വേണ്ടി എത്ര നാളുകളായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന എയിംസ്, IIT മുതലുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. വയനാട് നരേന്ദ്രമോദി വന്നിട്ട് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി നടത്തിയിട്ട് പോയി. അവിടെ ഡിസാസ്റ്റർ ടൂറിസം എന്ന് BJP പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന കാപട്യക്കാരനാണ്. ആ കപടമനായ മനുഷ്യൻ അവിടെ വന്നൊരു കുഞ്ഞിനെയൊക്കെ എടുത്ത് ഉമ്മ വെച്ചും കളിപ്പിച്ചും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഈ നിമിഷം വരെ ആ വയനാടിന് സഹായിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ബജറ്റിൽ പോലും അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഒരാവശ്യത്തോടും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അവിടെ ഇവരുടെ കാപട്യവും കൂടി പ്രകടമാകും. ഒന്ന് ആലോചിച്ച് നോക്കുക ജിംസെ, എന്തായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്? ഞാൻ കേന്ദ്രമന്ത്രിയാവാനില്ല, ഞാൻ തൃശ്ശൂർ മത്സരിക്കുന്ന ഒറ്റ നിബന്ധന വെച്ചിട്ടു നരേന്ദ്രമോദിയുടെ. എന്തായിരുന്നു നിബന്ധന? ഞാൻ MP ആവും. എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 കേന്ദ്രമന്ത്രിമാർ, അല്ലേ, എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തെ സഹായിക്കാൻ, ഞാൻ തൃശ്ശൂരിൻ്റെ MP ആയിരിക്കില്ല, ഞാൻ കേരളത്തിൻ്റെ MP ആയിരിക്കും. ഇയാൾക്ക് നാണമില്ലേ വന്നിരുന്ന് പറയാനായിട്ട്? നാണോ മാനമുള്ള ഏതെങ്കിലും സാധാരണ മനുഷ്യന് ഈ അന്ന് പറഞ്ഞതേ വിവരക്കേട്, ഇന്ന് പറഞ്ഞിട്ട് വീണ്ടും കേരളത്തിനെതിരെ പറയാൻ ഇങ്ങനെ എന്താ വേണ്ടത്? ഈ നാട്ടിൽ കയറ്റാവോ ഈ മനുഷ്യനെ? പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നാട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന കയ്യിലിരിപ്പാണോ ഉള്ളത്? സ്വയം കേന്ദ്രമന്ത്രിയായിട്ട് പോലും കേരളത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കാൻ പോലും കഴിയാത്ത ഒരു കേന്ദ്രമന്ത്രിയായിട്ട് മാറി. എന്നിട്ടെന്താ? വെറുപ്പ്, ജാതികളോടും വെറുപ്പ് ഉപയോഗിക്കുകയാണ്. ഉന്നത കുലജാതൻ ആരാണ്? ഉന്നത കുലജാതൻ 1950 ഇന്ത്യയുടെ ഭരണഘടന വന്നതോടുകൂടി എല്ലാവരും, ഇവിടുത്തെ ആദിവാസിയും ദളിതരും നായരും നമ്പൂതിരിയും എല്ലാവരും ഒരൊറ്റ അവകാശമേ ഉള്ളൂ. ഇവിടെ മറ്റൊരു അവകാശം ഒരാൾക്കുമില്ല. ആ അവകാശം ഒന്നുമില്ലാത്തടത്ത് നിന്ന് കൃത്യമായ ബോധ്യം പോലും, ഭരണഘടനയെക്കുറിച്ചുള്ള ബോധ്യം പോലും ഇല്ലാത്ത ഒരു ഭരണഘടനാ വിരുദ്ധനാണ്, ഒരു പിന്തിരിപ്പനാണ്. ഈ പിന്തിരിപ്പൻ നിന്നുകൊണ്ട് ഛർദ്ദിക്കുകയല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഒരു മധുസൂദനൻ നായർ എഴുതിയ, കാട്ടാക്കട മുരുകൻ എഴുതിയ ഒരു കവിതയുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, പാത്രം വിളമ്പുന്ന ഛർദിലുമായിട്ട് രാവിലെ വരുന്ന പത്രങ്ങൾ, ആ ഛർദിലായിട്ട് ഇയാൾ മാറുകയാണ്. ജനങ്ങളുടെ മുന്നിലേക്ക്, ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ജാതീയതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖം ആയിട്ട് മാറുകയല്ലേ. അയാൾക്കൊരിക്കലും ഈ രാജ്യത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന് അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് തോന്നലുണ്ടായിട്ടില്ല. ശബരിമലയിൽ കയറി അയ്യനെ കെട്ടിപ്പിടരാൻ ഞാൻ ബ്രാഹ്മണനാവണം, അല്ലാതെ ബ്രാഹ്മണനായി അടുത്ത ജന്മത്ത് ജനിക്കുന്ന ബ്രാഹ്മണനെ കുറിച്ചാണ് ചിന്ത. ഈ നാട്ടിലെ ദളിതന് അതിനുള്ള അവകാശം കൊടുക്കലാണ് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, എൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, എൻ്റെ പൗരബോധം എന്ന് ചിന്തയില്ലാത്ത ഒരാളല്ലേ ഇയാൾ.
അതല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇപ്പോഴും പറയാൻ പറ്റുമോ? ഉന്നത കുലജാതന് എന്ത് ഇതാണുള്ളത്? ഈ നാട്ടിലെ ദളിതരും ട്രൈബൽ വിഭാഗത്തിലുള്ളവരൊക്കെ IAS എല്ലാമായിട്ട് വന്നിട്ടില്ലേ? അവർക്ക് അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അവരെ ഈ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ഭരണഘടനാപരമായ സംവരണം ഉൾപ്പെടെയുള്ള അവകാശം എങ്ങനെ പറ്റും? ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വക്താക്കൾ ആ സംവരണത്തിന് പോലും എതിരാണല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്താണല്ലോ ആ സംവരണം കോൺഗ്രസ് വിഷയമാക്കി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സംവരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് മാറുന്നത്. അതും സംഘടനയുടെ മാറ്റമൊന്നുമല്ല, ആ നേരത്തെ പറഞ്ഞ കാപട്യക്കാരനായ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞത്. അതിനപ്പുറമൊന്നും ഉണ്ടായിട്ടില്ല. ഈ അടിസ്ഥാനപരമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ, ദളിതരെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവർക്ക് ഏറ്റവും ആദ്യത്തെ അവകാശമുണ്ട്. അവരെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമത്വത്തിലേക്ക് എത്തിക്കാൻ നോക്കണം എന്നുള്ള ഭരണഘടന ഉത്തരവാദിത്തമുള്ള മന്ത്രി പോലും മാറിയിട്ട് അവരവിടെ കിടക്കട്ടെ. അവരൊന്നും ഭരണത്തിന് കൊള്ളില്ല. അവർ ഭരണത്തിനൊന്നും കൊള്ളില്ല. ഞങ്ങൾ ഭരിക്കാം. ഇയാൾ ആര്? പഴയ രാജാവോ? രാജഭരണമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. ഞാൻ ഇയാളെന്നൊക്കെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനപ്പുറം ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ചർച്ചയിൽ ജയിക്കുന്നതല്ല. പക്ഷെ ഇത്രയും വികൃതമായ മനസ്സുള്ളവനെ, ഇത്രയും വർഗീയതയുടെ മുഖമായിട്ട് മാറിയിരിക്കുന്ന സുരേഷ് ഗോപിയെ അത് തന്നെ പറയേണ്ടി വരും. മാന്യത കൊടുത്താൽ ഒരു പക്ഷേ ഈ കേരള സമൂഹം ഇന്ന് അത് ആ മാന്യത കൊടുക്കുന്നവനെ അംഗീകരിക്കാത്ത നിലയിലേക്ക് ഇങ്ങനെ കോമാളിയായിട്ട് മാറിയിട്ടുണ്ട്. BJPയുടെ തൃശ്ശൂരി എന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് BJPയുടെ നേതാക്കന്മാർ പറയും. എന്താ ഇന്ന് BJP വക്താവിനെ അയക്കാത്തത്? ഈ പറയുന്ന കോമാളിത്തരവും ഈ പറയുന്ന നിഷേധത്തരവും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ന്യായീകരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് BJPയും RSSും എല്ലാം ഇതേ ആശയത്തിലാണ് നിലകൊള്ളുന്നത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, 10 വർഷമാകാൻ പോവുകയാണ് സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയായിട്ട്. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു, പിന്നീട് ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തു. ഈ 10 വർഷമായിട്ടും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ എന്താണ്? സമത്വ സിദ്ധാന്തം എന്താണ്? നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്ത് എന്താണ്? നമ്മുടെ നാട്ടിൽ സമത്വം എന്ന സങ്കല്പം എങ്ങനെയാണ് രൂപം കൊണ്ടത്? കേരള നവോത്ഥാനം എന്താണ്? അതിൻ്റെ ജാതി വിരുദ്ധ ദിശ എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെ ഈ 10ാം വർഷവും അദ്ദേഹം ഈ ഉന്നത കുലജാതൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് എത്രമാത്രം ആശാസ്യമാണ്. കേരളത്തിൽ BJPക്ക് വോട്ട് നേടണം, സീറ്റ് നേടണം, ഭരണത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ച് എങ്ങനെ BJP അത് സാധിക്കും? ശ്രീ അജിൻസിന് കുറച്ച് ഷോർട്ട് ടേം മെമ്മറി ലോസ് നമ്മുടെ ഗജനിയിൽ അമീർ ഖാനും സൂര്യയ്ക്കൊക്കെ ഉള്ളതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ അനുകൂലിക്കുകയോ എതിർക്കുകയോ അല്ല. നമ്മുടെ നാട്ടിൽ നടന്ന 2-3 നിലപാടുകൾ. നാർക്കോട്ടിക് ജിഹാദ് എന്ന വിഷയം കേരളത്തിൽ കത്തി നിൽക്കുകയും അത് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ശ്രീ സുരേഷ് ഗോപിയോട് കോട്ടയം അരമനയുടെ മുമ്പിൽ വെച്ച് പത്രക്കാർ ചോദിച്ചു എന്താണ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള അങ്ങയുടെ നിലപാട്? ശ്രീ സുരേഷ് ഗോപി ആ അരമനയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ എന്താ അറിയാമോ? ആ വൃത്തികെട്ട വാക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്, ആ വൃത്തികെട്ട വാക്ക് പോലും നിങ്ങൾ എന്നോട് പറയരുതെന്നുള്ളതാണ്. നേരത്തെ പ്രിയപ്പെട്ട ശ്രീ റഹീംജി പറയുകയുണ്ടായി കേരള സ്റ്റോറിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ മേഖലയായിട്ട് പോലും ഒരിക്കൽ പോലും കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ അതിന്റെ ഒരു പരിപാടിക്ക് പോലും നമ്മൾ ശ്രീ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല. 2, താൻ റംസാൻ നോമ്പ് എടുക്കുകയും ബിസ്മി ചൊല്ലിയും പ്രാർത്ഥന ചൊല്ലിയും തന്റെ നോമ്പ് തുറക്കാൻ അറിയാമെന്നും 35 വർഷത്തോളമായി താൻ റംസാൻ നോമ്പ് എടുക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു BJPയുടെ നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ സൗകര്യപൂർവ്വം നമ്മൾ കാണാതിരിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ രാഹുൽ ഈശ്വർ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്താണ് പോസിറ്റീവ്? എനിക്ക് മനസ്സിലായില്ല. അതായത് നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്ക് എന്നോട് പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കുന്നു എന്നല്ല. അദ്ദേഹം അതിനെതിരെ ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. ആ പദം കോയിൻ ചെയ്ത ബിഷപ്പിനെതിരെ അദ്ദേഹം ഒരു വാക്കുകൊണ്ട് ഒരു എതിർപ്പദം പറഞ്ഞിട്ടില്ല. അത് എന്നോട് പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നിങ്ങൾ എന്താ പറയുക? നോമ്പ് പിടിക്കുന്നുണ്ടെന്നോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? ആ നോമ്പിന്റെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് പിടിക്കുന്നവരൊക്കെ ഞങ്ങൾ ഉന്നത കുലജാതരാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെ അല്ല എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്ത് പോസിറ്റീവാണ് അതിൽ കണ്ടത് രാഹുൽ ഈശ്വർ? അത് ആ പോസിറ്റീവ് എന്താണ് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നമ്മുടെ വലതുപക്ഷ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങേ ചേർക്കാം. അപ്പം മനസ്സിലാവും എന്താണ് പോസിറ്റീവ് എന്ന്. ഇസ്ലാമോഫോബിയ എല്ലാ ദിവസവും രാവിലെ എണീച്ച് പറയുന്നത് ഒരുപാട് പേരുള്ള സുരേഷ് ഗോപി ഇസ്ലാമോഫോബാണോ അല്ലേ എന്നുള്ളതല്ല എന്റെ പോയിന്റ്. മനസ്സിലാക്കാൻ സാധിക്കണം ആദ്യം അവിടെ. ശ്രീ അജിംസ്, എനിക്കറിയാലോ, എനിക്ക് അങ്ങയുടെ ചോദ്യത്തിന്റെ ത്രസ്റ്റ് എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി ഒരിക്കലെങ്കിലും ഏതെങ്കിലും മതത്തിന് വിരുദ്ധമായ പ്രസ്താവന പറയുന്നത്, ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വിരുദ്ധമായി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇനി ഇന്നത്തെ പ്രസ്താവന എന്താണ്? മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായി നിൽക്കുന്ന ഈ മന്ത്രിസഭകളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർ വരണം. അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾ നിൽക്കുന്നതിന് മുന്നോക്ക സമുദായത്തിലെ ആൾക്കാരും വരണം. അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയല്ലേ കേരളത്തിൽ CPM ചെയ്യുന്ന ഏറ്റവും ഒറ്റ സെക്കൻഡ്.
പിന്നോക്ക വികസന വകുപ്പുണ്ട്, നമുക്ക് SC/ST വകുപ്പുണ്ട്. ഇതിലേക്ക് ഉന്നത കുലജാതർ വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് ഈ ഉന്നത കുലജാതർ? അതോടൊപ്പം വേറൊരു വരി കൂടെ അല്ല, ഒറ്റ കാര്യം, അത് കഴിഞ്ഞ രണ്ടാമത്തെ വരിയിലേക്ക് രാഹുൽ ഈശ്വർ ആദ്യം പറയുന്ന വാക്ക് ഈ ഗോത്ര വിഭാഗം ട്രൈബൽ വകുപ്പിലേക്ക് ഉന്നത കുലജാതർ വരണം. ആരാണ് ഈ ഉന്നത കുലജാതർ? ഒരു വരി അതിന്റെ പൂർണ്ണതയിലല്ലേ കാണുന്നത്, പകുതി വരി എടുത്താണോ കാണുന്നത്? അതിന് രാഹുൽ ഈശ്വർ മനസ്സിലായ രീതിയിലൊന്ന് വിശദീകരിച്ചതാ പ്ലീസ്. ഞാൻ പറഞ്ഞുതരാം. മുന്നോക്കക്കാർ നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് പിന്നോക്കക്കാരും, പിന്നോക്കക്കാർ കൂടുതലായി നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് മുന്നോക്കക്കാരും വരികയും വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഭരണപരമായ വകുപ്പുകളെ കുറിച്ച്, മിനിസ്ട്രികൾ, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ കേരളത്തിൽ CPM അതേപോലെ എടുത്ത ഏറ്റവും പോസിറ്റീവും നന്മ നിറഞ്ഞ നിലപാടാണ് രാധാകൃഷ്ണൻ സാറിനെ പോലെ വളരെ മുതിർന്ന ഒരു വ്യക്തിയെ, സ്പീക്കറായിട്ടടക്കം ഇരുന്ന വ്യക്തിയെ ദേവസ്വം വകുപ്പിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. യദുവടക്കമുള്ള ആൾക്കാരെ പൂജാരിമാരുടെ വിഭാഗത്തിലേക്ക് രാഹുൽ മനസ്സിലാക്കേണ്ടത്, രാഹുലും സുരേഷ് ഗോപിയുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. ദേവസ്വം വകുപ്പ് എങ്ങനെയാണ് ഉന്നത കുലജാതരുടെ വകുപ്പാവുന്നത്? ദേവസ്വം വകുപ്പിൽ 90%, 95% നായന്മാരും നമ്പൂതിരിമാരും അല്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? ദളിത് വകുപ്പാണെന്ന് പറയണോ? ആൾക്കാരെ കണ്ണടച്ച് പറ്റിക്കണോ? ദേവസ്വം വകുപ്പിൽ 90 മുതൽ 95% വരെ നായർ സമൂഹവും നമ്പൂതിരി സമൂഹവും മുന്നോക്ക ഹിന്ദു സമൂഹവും ഉള്ളത്. അതിനൊരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് മന്ത്രി വരുന്നത് പോസിറ്റീവ് സ്റ്റെപ്പാണ് എന്ന് പറയുന്നതിന് പകരം ആദ്യത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു പട്ടികജാതിക്കാരനായി വരുന്ന കേരളത്തിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച മാതൃകയുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. കറക്റ്റ്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അത്തരം മാതൃകകൾ പോസിറ്റീവായി നമ്മൾ എടുക്കുകയും വ്യത്യസ്ത ജാതികൾ ഹൈറാർക്കികൾ ഇല്ലാതെ പരസ്പരം ഏർപ്പെടുകയും ഇടപെടുകയും ചെയ്യണം എന്ന് പറയുന്നതല്ലേ പോസിറ്റീവ്? രാഹുൽ വാദിക്കുന്നത് ഇങ്ങനെയാണോ? അത് സുരേഷ് ഗോപി പറയുന്നത് പോലെ ഗോത്ര വിഭാഗത്തിൽ SC/ST വകുപ്പ് തീർച്ചയായിട്ടും SC/ST അല്ലാത്ത ഒരാൾ ഭരിക്കണം, SC/ST-കാരായ മന്ത്രിമാർ മറ്റു വകുപ്പുകൾ ഭരിക്കണം. അതെങ്ങനെയാണ് ശരിയാവുക? അതെന്തുകൊണ്ട് പറ്റില്ല? മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായി നിൽക്കുന്നതും ജനറലായ സീറ്റിലേക്കും കൂടുതൽ SC/ST-യും അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ SC/ST വകുപ്പല്ലാത്ത മറ്റേതെങ്കിലും വകുപ്പ് ആരെങ്കിലും ഭരിക്കുന്ന ഒരു തടസ്സവുമില്ല, അങ്ങനെ ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഒരു സെക്കൻഡ് ഇൻ കമാൻഡന്റ് കേന്ദ്ര മന്ത്രിസഭയിൽ എന്ന് പറയുന്നത് എന്താണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്. ഏറ്റവും അവസാനത്തെ UPA സർക്കാരിന്റെ കാലത്ത് സുശീൽ കുമാർ സിൻഡെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതൊന്നും ഒരു പുതിയ കാര്യം, എന്ത് വർത്താനാണ് സുരേഷ് ഗോപി പറയുന്നത്? അല്ല, അത്തരം കാര്യങ്ങൾ കൂടുതൽ വരണം എന്നുള്ളതല്ലേ? അജിംസെ കണ്ണടച്ചിരിട്ടാക്കണ്ട. നമ്മുടെ നാട്ടിൽ സാമുദായിക ബാലൻസിംഗ് ആണ് ഇങ്ങനെ പല തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് താൻ OBC ആണെന്ന് പറയുന്നത്. സന്താൽ വിഭാഗത്തിൽ നിന്ന് ദ്രൗപദി മുർമു വരുന്നത്. 2002 ഇന്ത്യയെ അപമാനിക്കപ്പെട്ട കലാപത്തിന് ശേഷം വാജ്പേയി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നതിന്റെ പിന്നിലും ഒരു സാമുദായിക ബാലൻസിംഗിന്റെ താല്പര്യം ഉണ്ടായിരുന്നു. ഇതൊന്നും കണ്ണടച്ചിരിട്ടാക്കരുത്. രാഷ്ട്രീയം അറിയുന്നവർക്കല്ല രാഹുൽ പറയുന്ന പ്രകാരമാണെങ്കിൽ പിന്നോക്ക ദളിത് വിഭാഗക്കാർ ജനറൽ സീറ്റുകളിൽ വരണം, മറ്റ് വകുപ്പുകൾ ഭരിക്കണം എന്നുള്ള ആ പോയിന്റിൽ പോസിറ്റിവിറ്റി എനിക്ക് മനസ്സിലാക്കാം. ഈ ഉന്നത കുലജാതർ ഈ ഗോത്ര വകുപ്പ് ഭരിക്കണം എന്ന് പറയുന്നത് എന്ത് പോസിറ്റിവിറ്റിയാണ്? ഭരിക്കണമെന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഇടകലരണം, ഇടചേരണം. ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പിയായി ബാബാ സാഹേബ് അംബേദ്കറെ കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധിയുടെ കൂടെ നിർദ്ദേശപ്രകാരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? അദ്ദേഹം ഒരുപാട് സീറ്റ് ജയിച്ചതുകൊണ്ടോ വോട്ടുകൾ ഉള്ളതുകൊണ്ടോ അല്ലല്ലോ ഭരണഘടനാ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി അംബേദ്കർ അല്ലെങ്കിൽ ബാബാ സാഹേബ് അംബേദ്കർ വരുന്നത്. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ, അദ്ദേഹം എന്ന് ഹിന്ദു വലതുപക്ഷത്തെ കൂടെ നിർത്താൻ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ മന്ത്രിസഭയെ വേണമെന്ന് നെഹ്റുജിയോട് അന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്യാമപ്രസാദ് മുഖർജി വരുന്നത്. ദളിത് സമൂഹത്തിന്റെ വലിയ നേതാവായ, നമ്മുടെ എല്ലാം നേതാവായ ബാബാ സാഹേബ് അംബേദ്കർ വരുന്നത്. ഈ സാമുദായിക ബാലൻസിങ്ങിനെ സത്യസന്ധമായി കാണാതെ കണ്ണടച്ചിരിട്ടാക്കി ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ജാതി പറയേണ്ട എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ആ അർത്ഥത്തിൽ എല്ലാവരും പരസ്പരം ഇടകലർന്ന് കുറെ കൂടി ഒരുമിച്ച് മുമ്പോട്ട് പോകണം. രാഹുൽ ഇത് മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സമതുലിതമായ ഒരു മന്ത്രിസഭ വേണം, അല്ലെങ്കിൽ വകുപ്പുകൾ അങ്ങനെയൊക്കെ ഭരിക്കണം. ഇത് ഇങ്ങനെയല്ല അയാൾ പറഞ്ഞത്. സുരേഷ് ഗോപി പറയുന്നത് എന്താണ്? ഉന്നത കുലജാതർ. എന്താണ് ഈ ഉന്നത കുലജാതർ? ആരായി ഉന്നത കുലജാതർ? അത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MP, ഒരു കേന്ദ്രമന്ത്രിയെ പറയുന്നത് ഉന്നത. ഇദ്ദേഹം ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടിലാണ്? അല്ല, ആ വാക്ക് പൊളിറ്റിക്കലി കറക്റ്റായ ഒരു വാക്കല്ല. അദ്ദേഹം അത് പിൻവലിച്ചത് വളരെ നന്നായി. കാര്യം ഞങ്ങളെല്ലാം കാണുന്ന ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ വ്യക്തി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും ഗാന്ധിജിയും അയ്യങ്കാളിയും ഒക്കെയാണ്. ഇവരാരും ബ്രാഹ്മണരല്ല. ശരിയാണ്, അങ്ങനെ ഒരു വാക്ക്. ബ്രാഹ്മണരെയാണോ ഉന്നത കുലജാതർ എന്ന് വിളിക്കുന്നത്? രാഹുൽ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ബ്രാഹ്മണർ ഉന്നത കുലജാതർ അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്?
അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഗാന്ധിജിയാണ് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഉന്നതൻ എന്നാണ്. യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവനാണ്, കായസ്ഥനായ വിവേകാനന്ദ സ്വാമിയാണ്, ചട്ടമ്പി സ്വാമിയാണ്, മഹാത്മാ അയ്യങ്കാളിയാണ്, അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവനാണ്, തൈക്കാട് അയ്യാഗുരുവാണ്, മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ളവരാണെന്നാണ്. അപ്പൊ ഹിന്ദു സമൂഹത്തിൽ ജാതീയത ഒരു പ്രശ്നമായിരുന്നു, കണ്ണടച്ചിരുട്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യമാണെന്ന്. അതായത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണെന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. ചരിത്രത്തിൽ നമുക്ക് തെറ്റുള്ളതുകൊണ്ടാണല്ലോ നിനക്കൊക്കെ വട്ടാണെന്ന് വിവേകാനന്ദ സ്വാമി കേരളത്തിൽ വന്ന് പറയുന്നത്. അപ്പൊ ഈ ജാതീയതയെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു സമൂഹം. ആ അതിജീവനത്തിനെ പോസിറ്റീവായി കാണാതെ പൊളിറ്റിക്കലി കറക്റ്റായി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. വ്യത്യസ്ത ജാതികൾ ഇന്നും വിഘടിച്ചാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ പലപ്പോഴും വി കാസ്റ്റ് അവർ വോട്ട്സ് എന്ന് പറയുന്ന പോലെ വി വോട്ട് അവർ കാസ്റ്റ് ആണ് നിൽക്കുന്നത്. രാഹുൽ, ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഞാനിങ്ങനെ കാട് തല്ലാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഈ സുരേഷ് ഗോപി ജീവിക്കുന്നത് 1940കളിലോ 50കളോ ആണെന്ന് കരുതട്ടെ. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ കേരള സമൂഹം എങ്ങനെയായിരിക്കും നേരിടുക? ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അങ്ങ് ആലോചിച്ചാൽ മതി. അദ്ദേഹം എംപിയും രാഷ്ട്രീയക്കാരനും ആകുന്നതിന് മുമ്പ് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ദളിത്, SC ST വിഭാഗങ്ങൾ പെടുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിസ്തുലമാണ്. അദ്ദേഹം ഒരു രാജാവിനെ പോലെ അത്തരം സ്ഥലങ്ങളിൽ എഴുന്നള്ളുന്നു, അദ്ദേഹത്തിന്റെ ഔദാര്യം നൽകുന്നു. താൻ രാജാവും പ്രജകളുമാണ്. അദ്ദേഹം വോട്ടർമാരെ വിശേഷിപ്പിക്കുന്ന വാക്ക് പ്രജ എന്നാണ്. ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്? അല്ലല്ല, ഒരു സെക്കൻഡ്. ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ശ്രീ A റഹീമിന്റെ കൃത്യമായ രാഷ്ട്രീയ കണിശഭാക്കോ അല്ലെങ്കിൽ ശ്രീ രാജു P നായരുടെ മൂർച്ചയോ ഒന്നും വെച്ച് സംസാരിക്കുന്ന വ്യക്തി അല്ലല്ലോ. അദ്ദേഹം ഒരു സിനിമാ മേഖലയിൽ പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുമ്പോൾ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലെ കറക്കി കുശിയ വാക്കുകളൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കാര്യമാണെന്ന് സംസാരിക്കണേ. അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ അദ്ദേഹം പറയുന്നത് പ്രജയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം രാജാവാണ്. അദ്ദേഹം ദളിത് കോളനി പോകുന്നുണ്ടെങ്കിൽ പരിവാര സമേതം അദ്ദേഹം എഴുന്നള്ളുകയാണ് അവിടെ. അദ്ദേഹത്തിന് ഔദാര്യം അങ്ങനൊന്നും പറയല്ലേ അജിംസ്, അങ്ങനൊന്നും പറയില്ല. കഷ്ടമാണ്. അദ്ദേഹം ഇനി ഞങ്ങളടക്കം ഞങ്ങളുടെ സഭയെ വന്നാണ് അദ്ദേഹം ഈ വാക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അയ്യപ്പനെ പൂജിക്കാൻ ആ കുടുംബത്തിൽ ജനിക്കണമെന്നാണ്. അതിന് വേറൊരു ദുരർത്ഥം നമ്മൾ കണ്ടെത്തണ്ട. ഞാൻ വലിയ വിശ്വാസിയാണ്. അദ്ദേഹം അയ്യപ്പനെയും അള്ളാഹുവിനെയും ഒരേപോലെ, അല്ലെങ്കിൽ കൃഷ്ണനെയും കർത്താവിനെയും ഒരേപോലെ ആദരിക്കുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് പള്ളികളിലും പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏതെങ്കിലും തെറ്റായ വാക്ക് മാത്രം എടുത്തു വെച്ച് ആ മനുഷ്യനെ കരിവാരി തേക്കുന്നതിൽ രാഹുൽ ഈശ്വറിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം. അദ്ദേഹം കേരളത്തോട് കാണിക്കുന്ന സമീപനം എന്താണ്? അദ്ദേഹം കേരളത്തോട് എന്ത് സമയം, ഞാൻ നേരത്തെ ശ്രീ A റഹീംജിയുടെ വാക്കുകൾ കേൾക്കുകയുണ്ടായി. കേരള സ്റ്റോറി അടക്കമുള്ളവർ, നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തല്ലോ സുരേഷ് ഗോപി കേരള സ്റ്റോറി ആക്റ്റീവായി പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ എവിടെങ്കിലും കണ്ടോ? പ്രധാനമന്ത്രിയുടെ അടിമയാവാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചാളാ സുരേഷ് ഗോപി. നിങ്ങൾ ഈ പറഞ്ഞ പ്രൊമോട്ട് ചെയ്ത പ്രധാനമന്ത്രിയുടെ അടിമയാവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞയാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഭാഷ ഈ രാഷ്ട്രീയക്കാരന്റെ കണിശതയുള്ള ഭാഷയല്ലെന്ന് നമുക്ക് എല്ലാം അറിയാലോ. ഇനിയിപ്പോ അല്ലെന്ന് ആണെന്ന് പറയണോ? അല്ല. ഇനി അദ്ദേഹം ഒരു എല്ലാം തികഞ്ഞ രാഷ്ട്രീയക്കാരനാവാൻ എത്ര വർഷം എടുക്കും? 10 കൊല്ലമായിട്ട് അദ്ദേഹം ജനപ്രതിനിധിയാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അതാണ് അതിന്റെ കൗതുകം. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല. പലപ്പോഴും ഹൃദയത്തിൽ വരുന്ന പറയുന്ന ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കുന്ന, ഇറിറ്റേഷൻ വന്നാൽ ഇറിറ്റേഷൻ കാണിക്കുന്ന, സ്നേഹം വന്നാൽ സ്നേഹം കാണിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്. അദ്ദേഹം ഈ സമവാക്യങ്ങൾ നോക്കാതെ രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ആദ്യം എഴുതിയ പോസ്റ്റ് എന്താ? തൃശ്ശൂരിലെ മതേതര ജനങ്ങൾക്ക്, തൃശ്ശൂരിലെ സെക്കുലറായ ജനങ്ങൾക്ക് എന്റെ പ്രണാമം എന്നാണ് അദ്ദേഹം. കുറെ നേരമായിട്ട് ഈ രാഷ്ട്രീയക്കാരനല്ല അത് രാഷ്ട്രീയക്കാരല്ല അഭിനയിച്ച് വർത്താനം പറയുന്നവരെന്നാണോ? എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ കൺവിൻഷൻ എന്താണ്? നിങ്ങളുടെ ബോധ്യം എന്താണ്? ഒന്ന് പറയൂ. രാഷ്ട്രീയക്കാരൊക്കെ മഹാകുഴപ്പക്കാര്. പറയുന്നേക്ക് രാഹുലിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എന്നെ അറിയാം. മാറ്റിവെക്കും, നമ്മൾ തമ്മിൽ തന്നെ എടുക്കാം. നിങ്ങളുടെ ബോധ്യം എന്താണ്? നമ്മൾ കാണുന്ന ഒരാൾ വേറെ അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ ബോധ്യം എന്താ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആളെ കുറിച്ച് പറ. അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എന്തോ അഭിനയിച്ച് സംസാരിക്കുന്നവരാണ്, വാക്കുകളിൽ അല്ല ഒരിക്കലുമല്ല. ശ്രീ റഹീംജി അടക്കമുള്ളവരെ വ്യക്തിപരമായി അറിയുന്നതുകൊണ്ട് പറയാണ്, രാഷ്ട്രീയക്കാർ പലപ്പോഴും
താങ്കൾ അടക്കമുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ വളരെ ആലോചിച്ചും കൃത്യവുമായിട്ടാണ് സംസാരിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപി ആ മേഖലയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയല്ല, സിനിമാ മേഖലയിൽ നിന്ന് വരുന്നതാണ്. രാഷ്ട്രീയക്കാരന്റെ വാക്കുകളിലെ അച്ചടക്കമോ അല്ലെങ്കിൽ മൂർച്ചയോ അല്ല ശ്രീ സുരേഷ് ഗോപിയുടെ വാക്കുകളെ നയിക്കുന്നത്. അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ശ്രീ റഹീം അടക്കമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നില്ല, രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കുമ്പോൾ ഒരുപാട് ആലോചിച്ചും വളരെ സെൽഫ് ഡിസിപ്ലിൻഡുമായിട്ടാണ് സുരേഷ് ഗോപി ഹൃദയത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഹൃദയം ഒന്ന് പരിശോധിക്കേണ്ടി വരും. ആ ഹൃദയം കുഴപ്പം പിടിച്ച ഹൃദയമാണ് രാഹുൽ ഈശ്വർ. ശ്രീ എ റഹീം, ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിഴവുണ്ടാകും, അതൊക്കെ ശരി. പക്ഷെ കേരളത്തിനോടുള്ള അവഗണനയെക്കുറിച്ചൊരു നിലപാട് ചോദിക്കുമ്പോൾ ആ നിലപാടിൽ ഈ ഹൃദയം സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ്? അല്ല, തീർച്ചയായും പറയാം. അത് ആ വാദത്തോട് ഞാൻ യോജിക്കുന്നേയില്ല. ശ്രീ ഒരു കാര്യം അദ്ദേഹം തന്നെ പാർഷ്യലി വിഡ്രോ ചെയ്തു, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുള്ള രാഹുലിൻ്റെ പരാമർശം. ഏതാ സിനിമാക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ കാര്യം? സിനിമാക്കാർ അല്ലെങ്കിൽ വളരെ അളന്നു മുറിച്ച് റെസ്പോൺസിബിളായി സംസാരിക്കാത്തവരാണെന്നാണ്. എന്താ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക? നമ്മളിപ്പോൾ എല്ലാവർക്കും അങ്ങ് മനസ്സിലാക്കേണ്ടത് സിനിമയിലാകട്ടെ, മീഡിയയിലാകട്ടെ, ഇനി സാധാരണഗതിയിൽ സ്കിൽഡ് വർക്കേഴ്സ് ആകട്ടെ, അങ്ങനെ എല്ലാവരും അവരവർ ചെയ്യുന്ന ജോലിയിൽ അഭിമാനിക്കുന്നവരാണ്. മനസ്സിലായല്ലോ? ഓരോരുത്തരുടെ ഉത്തരവാദിത്തം, അഡ്വക്കേറ്റ്സ് ആകട്ടെ, അഭിഭാഷകർ, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടാണോ, ബ്രെയിൻ കൊണ്ടാണോ, നാക്കുകൊണ്ടാണോ എന്ന് നല്ല രാഹുൽ ഇവിടുത്തെ തർക്കം. റെസ്പോൺസിബിളായി സംസാരിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു ഭരണഘടനാപരമായ പദവി വഹിക്കുന്നയാളിന് ഭരണഘടനാപരമായ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടാകും. ഇത് രണ്ടുമുണ്ട്. ഇനി ഭരണഘടനാപരമല്ലാത്ത പരിധിയിൽ ഇരിക്കാത്ത ഒരാളാണ്, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ സംസാരിക്കുമ്പോൾ, അയാൾ ചിന്തിക്കുമ്പോൾ, അയാൾ പെരുമാറുമ്പോൾ സമൂഹത്തോട് റെസ്പോൺസിബിളായി പെരുമാറുക, റെസ്പോൺസിബിളായി പറയുക എന്നുള്ളതാണ് പ്രധാനം. അത് ചെയ്യാതെ വരുമ്പോഴാണ് ക്രിറ്റിസിസം വരുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുടെ വെൽ ക്രാഫ്റ്റഡായ, വളരെ ഗംഭീരമായ, ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന എത്രയോ സംഭാഷണങ്ങൾ നമ്മുടെ വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നമ്മുടെ തന്നെ ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ട് സിനിമയിൽ വരുന്നവരിങ്ങനെ സംസാരിച്ചു പോകുന്നെന്ന് പറയുന്നില്ല. പ്രശ്നം അതല്ല. അദ്ദേഹത്തിനുള്ളത് BJP ഹൃദയമാണ് എന്നുള്ളതാണ്. BJP പൊളിറ്റിക്സാണ് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതും ഇതിനു സമാനമായി പല BJP നേതാക്കളും പറഞ്ഞതും. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് പെട്ടെന്ന് ശ്രീ V മുരളീധരൻ വയനാട് ദുരന്തമുണ്ടായപ്പോൾ, അത് വയനാട് ഒരു ജില്ലയിൽ മൊത്തത്തിലുണ്ടായ ദുരന്തമൊന്നുമല്ല, 2 വാർഡ് മാത്രമേ പോയതുള്ളൂ, അതൊരു വയനാട് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ചത്. ഇതെല്ലാം തന്നെ BJP ഒരു പൊളിറ്റിക്സിൽ നിന്ന്, സംഘപരിവാറിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇതാണ്. ആ പൊളിറ്റിക്സ് കേരളത്തെ അവഗണിക്കുന്ന പൊളിറ്റിക്കൽ നിലപാടാണ് അവർക്ക്, രാഷ്ട്രീയ നിലപാടാണ് അവർക്ക്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ചക്രത്തിനൊപ്പം കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളും ഓടുകയാണ്. ഇതാണ് അതിൻ്റെ സംഭവം. അതിനെ അങ്ങനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ വേറൊരു തരത്തിലല്ല നിങ്ങളിത് പറയുന്നത്. നിങ്ങൾ പറയുന്നു അദ്ദേഹം നോമ്പെടുക്കാറാണ്. നോമ്പെടുക്കുന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇപ്പം അബ്ദുള്ള കുട്ടി പേരുകൊണ്ട് മുസ്ലിമായ ആളാണല്ലോ. അബ്ദുള്ള കുട്ടി BJP പോയി എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള കുട്ടിയുടെ രാഷ്ട്രീയത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇങ്ങനെ മുസ്ലിമിനെ കണ്ടാൽ മിണ്ടുന്ന ആളാണ്. അങ്ങ് പറഞ്ഞു ഈ പറയുന്ന ദളിതരുടെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായ വിയോജിപ്പുകളൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനോടുള്ള വിയോജിപ്പുണ്ടാകും. അത് അദ്ദേഹം നിൽക്കുന്ന പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. ആ പൊളിറ്റിക്സ് മനുവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സാണ്. ഞാൻ രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നു, ഈ കുറേ കാലമായി ഇന്ത്യയിൽ നടക്കുന്നൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്. എന്താണ് ആ പൊളിറ്റിക്കൽ ഫൈറ്റ്? ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉയർന്ന ശക്തമായ മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം മനുവാദ് സേ ആസാദി എന്നാണ്. ഇന്ത്യയിലാകെ അത് വലിയ, ഭാവിയിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നവർക്ക് ആ എപ്പിസോഡിനെ മാറ്റിവെച്ച് പോകാനാകില്ല. അത്ര കണ്ട് വിപ്ലവകരമായി. എന്തുകൊണ്ടത് വരുന്നു? ഇന്ത്യ പൊരുതുന്നത്, ഇന്ത്യ സാമ്പത്തികമായും സാമൂഹ്യമായും മുന്നോട്ട് പോകാനും സാമ്പത്തികമായും സാമൂഹ്യമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കാനുമുള്ള പോരാട്ടമാണ് ഇന്ത്യ തുടരുന്നത്. ആ പോരാട്ടത്തിൽ പശുവിനെ കൊന്നതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നിടത്ത്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്ലാസ്സിൽ വിവേചനം അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, താമസിക്കുന്ന വീട്ടിൽ വിവേചനം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ, ഇങ്ങനെ ഒട്ടേറെ മനുഷ്യരുണ്ട്, ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നാണ് ആ ശക്തമായ മുദ്രാവാക്യം ആധുനിക ഇന്ത്യൻ ജീവിതങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ. അപ്പോൾ ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇതിനെ ക്രിട്ടിക്കലായി ബജറ്റ് സംബന്ധിച്ച് ഒരു കാര്യത്തിൽ കൂടി അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എയിംസ്. കേരളത്തിന് മാത്രം എന്തുകൊണ്ട് എയിംസ് ഇല്ല എന്ന് ചോദിക്കുമ്പോൾ
ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ബജറ്റിൽ പ്രാമുഖ്യം ലഭിക്കുന്ന ബീഹാറിൽ 2 എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ ഒരെണ്ണം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എയിംസ് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ വലിയ മുന്നോക്കമാണ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അത് കേവലമായ അവഗണന മാത്രമാണോ, അല്ല മറ്റു എന്തെങ്കിലും ഉണ്ടോ അതിൽ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തോടുള്ള പൊതു വൈരനിര്യാതന ബുദ്ധിയാണ് ഇതിൽ കാണിക്കുന്നത്, വിദ്വേഷമാണ്. ഇതിലെ പ്രശ്നം എന്താണ്? കേരളം ഒട്ടേറെ മുന്നേറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ റിയാസ് പറഞ്ഞതുപോലെ പിച്ചച്ചട്ടിയുമായി നിങ്ങൾ എത്ര അവഗണിച്ചാലും പിച്ചച്ചട്ടിയുമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കേരളം ഈ കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് തീഷ്ണമായ അവഗണന നേരിടുകയാണല്ലോ. 2016 മുതൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഉണ്ട്. ഞാൻ പറയാണ് 2016 ഈ കഴിഞ്ഞ 2022 മുതൽ ഞാൻ രാജ്യസഭയുടെ ഭാഗമാണ്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് എത്ര നേരമാണ് നിവേദനങ്ങൾ തന്നിട്ടുള്ളത്? ഞങ്ങൾ ഭരണഘടനയായി സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ പേരിലൊരു കേസ് നടത്തുകയാണ് ഞങ്ങൾ. എന്നിട്ടും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളെ ഇനിയും അവഗണിക്കുകയാണ് അവർ. നിങ്ങളുടെ പരിഗണന കാത്തിരിക്കുകയല്ല. ഈ കേരളം തനത് വരുമാനം വർദ്ധിപ്പിച്ചു വലിയ തോതിൽ. ഇപ്പോൾ ടൂറിസത്തെക്കുറിച്ചുള്ള റോഡ് മാപ്പ് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളം മാറി. ഇനി സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, പുതിയ MSMEകളുടെ കാര്യത്തിലും സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിലും ബഡ്ജറ്റിൽ വാദം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനയെക്കുറിച്ച് അതിലൊരു നിർണായകമായ പങ്ക് കേരളത്തിനുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, എൻടർപ്രണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് ഏറ്റവും വലിയൊരു സംഭാവന. ആ സംഭാവനയുടെ പകരമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇനി തീരുന്നില്ല. കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽസ് മോശമാണോ? കേരളത്തിൻ്റെ മാനവ വിഭവശേഷി മോശമാണോ? കേരളം ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം, ഇവിടെ നിന്നും രൂപപ്പെടുന്ന വ്യത്യസ്ത, അതും വീണ്ടും എടുത്തു പറയുന്നു, വ്യത്യസ്ത സാമൂഹിക ഘടനയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർ മികച്ച തലച്ചോറുകളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവരിവിടേക്ക് സംഭാവന ചെയ്യുന്നത്, ഇതെല്ലാം ഇന്ത്യൻ എക്കോണമിക്ക് കേരളം നൽകുന്ന സംഭാവനയാണ്. ആ സംഭാവനയ്ക്കാണ്, അതിൻ്റെ വിഹിതമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിൽ ആവശ്യമാണ്. അതിനെന്താ മറുപടി? അതിന് മറുപടി നിങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് സ്വന്തമായി അങ്ങ് അനുഭവിച്ചേക്കണമെന്നാണ്. അതൊരു ദാസ്യപ്പണിയാണ്. രാജാവ് പ്രജയ്ക്ക് വെച്ചു നീട്ടുന്ന ഇത് കൈകൂപ്പി നിന്ന് കാൽ തൊട്ട് വന്ദിച്ച് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ്. ഞങ്ങളിത് മൊത്തത്തിൽ തരികയാണ്. എന്താണ് നിങ്ങൾ മൊത്തത്തിൽ തരുന്ന ഏർപ്പാട്? അത് കേരളം മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ വീട് കൊടുക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ തരുന്നത് ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വീട് കൊടുക്കുന്നുണ്ട്. ആ വീടിന് സെൻട്രൽ ഷെയർ എത്രയാണ്? സെൻട്രൽ ഷെയർ റൂറലിൽ തരുന്നത് 72,000 രൂപയാണ്. രാഹുൽ ഈശ്വറെ, ഒരു വീട് കേരളത്തിൽ എവിടെയെങ്കിലും 72,000 രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? ബാക്കി പൈസ ആരാ കൊടുക്കുന്നത്? കേരളമാണ് കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്. അവർ തരുന്നത് 72,000 72,000 വീട് വെച്ചാൽ ഇനി അവർ 72,000 രൂപ തന്നിട്ട് ആ വീട്ടിൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിക്കണം. പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പറയുകയാണ് ഞങ്ങളിതാ ഇന്ത്യയിലെ സ്കൂളുകളിലെല്ലാം തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കും. നല്ല കാര്യമാണ്. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി കേരളം. സ്മാർട്ട് ക്ലാസ് റൂമുകളില്ലാത്ത പള്ളിക്കൂടുകൾ ഇന്ന് വിരളാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തിന് മുൻപേ സഞ്ചരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറി. നമ്മുടെ രാജ്യത്തെ അഭിമാനകരമായ നേട്ടം എല്ലാ മേഖലയിലും. ആരോഗ്യരംഗത്ത് മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. ഉറപ്പുണ്ട്, ഇന്ത്യയിൽ മെഡിക്കൽ ടൂറിസം ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ആ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി കേരളം മാറും. എന്തുകൊണ്ട് കേരളം മാറുന്നു? കേരളത്തിനുണ്ടാകുന്ന ആ നേട്ടം ഇന്ത്യൻ എക്കോണമിക്ക് സംഭാവന ചെയ്യല്ലേ? എന്തുകൊണ്ടത് കാണുന്നില്ല? ഇപ്പോൾ ഇവിടെ അജിംസ് ഉൾപ്പെടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഴിഞ്ഞം വരുന്നത്, വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഞങ്ങൾ പണം ചോദിച്ചു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും അനുവദിക്കില്ല എന്നിപ്പോൾ മലക്കം പറഞ്ഞു അവർ. വിഴിഞ്ഞത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തിനും തിരുവനന്തപുരം നഗരത്തിനും വലിയ മാറ്റപരമാണ്. ഇന്ത്യയിലെ മുൻനിര സിറ്റികളിലൊന്നായി തിരുവനന്തപുരം മാറാൻ പോവാണ്. അത് ഇന്ത്യൻ എക്കോണമിക്ക് വിഴിഞ്ഞവും ആ തിരുവനന്തപുരവും ഇനി നൽകാൻ പോകുന്ന സംഭാവന എത്രയായിരിക്കും? എത്ര കോടികളുടെ ഇതായിരിക്കും? അപ്പോൾ അതിനുവേണ്ടി രാജ്യത്തിൻ്റെ ആകെ പുരോഗതിക്ക് ഇവിടെ മുതൽ മുടക്കുന്നത് നല്ലതാണ് എന്ന ചിന്തയല്ലേ ഒരു യൂണിയൻ ഗവൺമെന്റിന് വേണ്ടത്? ഞാൻ രാഹുൽ ഈശ്വറോട് ചോദിക്കുകയാണ്, നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ തുടർച്ചയായി, ഞാൻ പെട്ടെന്ന് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ തുടർച്ചയായി പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം നേടിയ, വിദ്യാഭ്യാസം നേടിയ, സമ്പൂർണ്ണ സാക്ഷരത നേടിയ, അങ്ങനെ സാമൂഹിക പുരോഗതി ആർജിച്ചെടുത്ത സ്ഥലങ്ങളിൽ, അതാണല്ലോ ജോർജ് കുര്യൻ്റെ പ്രസ്താവനയുടെ കാതൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ഇനി പണം മുടക്കേണ്ടത്. ഇനി പണം മുടക്കേണ്ടത് ഇതുപോലെ പിന്നോക്കം നിൽക്കുന്നതാണ്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, BJPക്ക് സ്വാധീനമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ പിന്നോക്കം തന്നെയാണ് ഇപ്പോഴും എന്നവർ സമ്മതിക്കുകയാണ്.
BJP ഇതൊരു അധികാരത്തിൽ വരാത്ത കേരളം അവരെക്കാലൊക്കെ മുൻപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നും അവർ സമ്മതിക്കുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, അതല്ലല്ലോ വേണ്ടത്. ഓരോ സംസ്ഥാനവും നേടിയ നേട്ടമത്ര. അവിടെ നിന്ന് ആ മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ വേണ്ട ഫിനാൻഷ്യൽ പാക്കേജും റൂട്ട് മാപ്പുമല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു റോഡ് മാപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച നേടിയെടുക്കാനാവുക? ശരി, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിനും അനുബന്ധ വികസനത്തിനും വേണ്ടി ഒരു വലിയ തുക നമുക്ക് ചെലവ് തന്നിരിക്കട്ടെ. അതിന്റെ മെരിറ്റ്, അതിന്റെ ഗുണം ഇന്ത്യക്ക് ഉണ്ടാകില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മനസ്സിലാകും. മക്കാനയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റിലെ ഒരു ഐറ്റം. എന്താ? താമരവിത്തിന് വേണ്ടി പ്രത്യേക പണം ബീഹാറിന്. ഞാൻ ചോദിക്കട്ടെ, റബ്ബറിന് ആ പരിഗണന കൊടുത്താൽ ഇന്ത്യൻ എക്കോണമിക്ക് റബ്ബർ ആ പണം, ആ ഇൻപുട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ശരി, റബ്ബറിന് വേണ്ടി പണം ചെലവാക്കുന്നു. മക്കാന പദ്ധതിയൊക്കെ എത്രമാത്രം ഗൗരവമുള്ളതാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ അതിൽ പറയുന്ന തുകയൊക്കെ എത്ര വരും എന്നുള്ളതൊക്കെ റഹീം അതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ മനസ്സിലാകും. അത് എന്തിനു വേണ്ടിയാണ് അതൊക്കെ പ്രഖ്യാപിക്കുന്നതെന്നും റഹീമിന് അറിയാം. ശ്രീ രാജു പി നായർ, ശരി, ശ്രീ രാജു പി നായർ, ഇത് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കൂടുതൽ MP-മാർ UDF നാണല്ലോ ഉള്ളത്. ഇത് ഫൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് കേരളത്തോടുള്ള അവഗണന ശരിക്കും പാർലമെന്റിൽ ഫൈറ്റ് ചെയ്ത് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാളെ നിങ്ങളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ അവഗണനയുടെ ഭാരമേൽക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ UDF MP-മാർക്ക് എന്തോ ഒരു മടിയുണ്ടോ? കുറെ കൂടി ശക്തമായി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരൊക്കെ ഈ വിഷയം ഉന്നയിക്കുന്നതിൽ UDF-ന്റെ MP-മാർക്ക് എന്തെങ്കിലും മടിയുണ്ടോ? ഇല്ല, UDF-ന് ഒരു മടിയില്ല. UDF-ന് മടി വരുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ കിട്ടേണ്ട സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ഒരുമിച്ച് റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായതാണ്. പക്ഷെ അവിടെ സർക്കാർ ചില നിർബന്ധങ്ങളായിരുന്നു. സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായത് കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് വയനാട് വിഷയം സുരേഷ് ഗോപി പറയുന്നത് പിടിപ്പുകേടിനെ കുറിച്ചാണ് സർക്കാരിന്റെ. അതായത് തരുന്ന ഫണ്ട് ചെലവാക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇല്ല, ഞാൻ അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ വയനാട് ദുരന്തം സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടായി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാ MP-മാരും ഒരുമിച്ചല്ലേ അതിനെ സംബന്ധിച്ച് അമിത്ഷായെ കാണാൻ വേണ്ടി പോയത്. ഇവിടെ ഒന്നുമല്ല, ജോർജ് കുര്യൻ പറഞ്ഞത് വിദ്വേഷപരമായ പ്രസ്താവനയാണ്, വസ്തുതാപരമായ പ്രസ്താവനയല്ല. വസ്തുതാപരമായ പ്രസ്താവനയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. ഇത് വിദ്വേഷകരമായ പ്രസ്താവനയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ BJP-യുടെ ആശയം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളം കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള പരിപാടികളെയെല്ലാം ഏറ്റവും ഫലപ്രദമായി ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത് കേരളത്തിന്റെ കുറ്റമായി മാറാൻ സാധിക്കുമോ? കേരളം ആരോഗ്യരംഗത്ത് ഒന്നാമതായിരുന്നു, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതായിരുന്നു, വിദ്യാഭ്യാസത്തിൽ വരുന്നു, പോപ്പുലേഷൻ കൺട്രോളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി. അങ്ങനെ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെയും പരിപാടികൾ, ആ പരിപാടികളെ ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്തിയത് ഏത് ഗവൺമെന്റ് വന്നാലും എഫക്റ്റീവായിട്ട് നടത്തിയ പാരമ്പര്യമുള്ള കേരളമാണ്. അത് കേരളത്തിന്റെ പൗരബോധമാണ്. കേരളം സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ സ്ത്രീകളെ എംപവർ ചെയ്തതിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി. സാക്ഷരതാ പ്രസ്ഥാനവും അതുപോലെ തന്നെ കുടുംബശ്രീയും ജനശ്രീയും ഉൾപ്പെടെയുള്ള എല്ലാ എഫേർട്ടുകളും ഉണ്ട്. ആ എഫേർട്ടുകളെല്ലാം മുന്നോട്ട് പോയി സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും നല്ലതായി. അത് കേരളത്തിനെ അവഗണിക്കാനുള്ള ആയുധമാക്കി മാറ്റാൻ പറ്റുമോ? ജോർജ് കുര്യൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ജോർജ് കുര്യൻ കേരളത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിനകത്ത് മിണ്ടാതിരിക്കാനുള്ള മാന്യതകളും കാണിക്കണ്ടേ? ഈ നാടിനെ അപമാനിക്കാവോ? ഈ നാട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടുത്തെ പൗരബോധത്തിനും ഇവിടുത്തെ കൂട്ടായ്മയിലും വളർത്തിയെടുത്ത മുഴുവൻ നേട്ടങ്ങളെയും റദ്ദ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ നേട്ടങ്ങളെ മുഴുവൻ ഒരു പറയുന്ന അപഹസിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെന്ന് പ്രഖ്യാപിക്കൂ, അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുടെ ഗവൺമെന്റ് ഏതാ? ഇവിടുത്തെ അന്യൻ ഉടമ ബന്ധമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെക്കുറിച്ചാണ്. ഞങ്ങൾ കൊടുക്കുന്ന നീതി, കേരളത്തിൽ ഞാനും അജംസും രാഹുൽ ഈശ്വറും റഹീമും എല്ലാവരും കൊടുക്കുന്ന നീതി, ആ നീതി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. ഫെഡറലിസം ആണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതിനെ തള്ളിപ്പറയുകയും അതിനു പകരം BJP-യുടെ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ജോർജ് കുര്യൻ മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങളും CPM-ഉം തമ്മിലുള്ള കണക്കുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഭരണ നടപടികളെ സംബന്ധിച്ചുള്ള തർക്കം അജിംസ് ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കണ്ട. കാരണം ഈ പോരാട്ടം BJP-ക്കെതിരാണ്, കേന്ദ്രത്തിനെതിരാണ്. അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും. പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ബഹുമാനായ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. എന്തോ പറയൂ രാജു, കൺക്ലൂഡ് ചെയ്യൂ. ഞാൻ പറയട്ടെ,
സുരേഷ് ഗോപി ഏതോ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന പറഞ്ഞത്. രാഹുൽ, ഞങ്ങളെല്ലാവരും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്. ഈ നാട്ടിൽ ഭരണഘടനയുള്ള നാട്ടിൽ എല്ലാവരും തുല്യരാണെന്നും നീ നായനായിട്ട് ജനിച്ചത് കൊണ്ട് നീ ഉന്നതകുലജാതനല്ല എന്നുള്ളതും ഈ നാട്ടിൽ നടക്കുന്ന മനുഷ്യരെ എല്ലാം ഒന്നായി കാണണമെന്നും ഞങ്ങൾക്ക് ഏതെങ്കിലും ജാതിബോധമുണ്ടെങ്കിൽ ആ ജാതിബോധത്തെ മുഴുവൻ മനസ്സിനകത്തിട്ട് ചവിട്ടി അരച്ച് തീർക്കണം എന്ന് പറഞ്ഞു തന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ. അല്ലാതെ ഞാൻ രാഷ്ട്രീയക്കാരെ കൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾക്കകത്തുള്ള ജാതിബോധത്തെ ചവിട്ടി അരക്കണമെന്ന് പഠിപ്പിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ഞങ്ങളുടെ സമൂഹമാണ്. ആ മാതാപിതാക്കളുടെയും സമൂഹത്തിൽ നിന്നും പാഠം പഠിക്കാൻ കഴിയാത്ത ഒരാളായിട്ട് സുരേഷ് ഗോപിയെ കാണേണ്ടി വരും. അയാൾ അതൊന്നുമല്ല, ഏറ്റവും വലിയ കാപട്യക്കാരനാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ചലച്ചിത്രത്തിന്റെ ഇതിൽ നിന്നല്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സിനിമ പുഴു എടുത്ത് അയാൾക്കെതിരെ ഇത്രമാത്രം വലിയ ഇസ്ലാമോഫോബിയയുടെ ആക്രമണം നടന്നത്? ഒരക്ഷരം വേണ്ടിയോ? ഒരൊറ്റ അക്ഷരം വേണ്ടിയോ സുരേഷ് ഗോപി? ചെയ്തില്ലല്ലോ. എന്നിട്ട് പോയിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പോയി റംസാൻ പിടിച്ചു. 30 കൊല്ലമായിട്ട് റംസാൻ പിടിക്കുക, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് റംസാൻ പിടിക്കാത്ത സുരേഷ് ഗോപി സാധാരണ മനുഷ്യനൊന്നും ആയിരുന്നില്ലല്ലോ. സുരേഷ് ഗോപി കുറെ നാളുകളായിട്ട് BJPയുടെ നേതാവാണ്, MP ആയിരുന്നു, അല്ലെങ്കിൽ സിനിമ നടനാണ്, സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അയാൾ പോയിട്ട് ഒരു നോമ്പ് പിടിച്ചാൽ നമ്മളൊക്കെ അറിയില്ലായിരുന്നോ? അവിടെ പോയിട്ട് ഒരു മറ്റേ കിരീടം വെച്ചത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. സ്വന്തം മകളുടെ വിവാഹം പോലും എന്തിനായിരുന്നു എന്നുള്ള സംശയങ്ങൾ നാട്ടിൽ നിൽപ്പുണ്ട്. അപ്പൊ ഇത്രമാത്രം വലിയ ഇയാളുടെ മനസ്സിലുണ്ട്. ഈ നാട്ടിൽ ഇസ്ലാമോഫോബിയ അല്ലാതെ പറയേണ്ടി വരും. ഇസ്ലാമോഫോബിയ കത്തിപ്പടരുമ്പോൾ തൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് ആ ഇസ്ലാമോഫോബിയക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ ഗുരുതരമായ അല്ലെങ്കിൽ ഒരു തന്ത്രപരമായ മൗനം സൂക്ഷിച്ചുകൊണ്ട് RSSന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ചില ആൾക്കാരെ ഇത്തരത്തിൽ മുന്നോട്ട് വിടും. ഇദ്ദേഹത്തിൻ്റെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് പറയുന്നത്. അജിംസിന് അറിയാലോ, പാകിസ്ഥാനിൽ ജമാഅത്ത് ഉദ്ദവ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ബോംബെ ബ്ലാസ്റ്റിന് ഉൾപ്പെടെയുള്ള ഹഫീസ് സയ്യിദിന് നടത്തിയ നേതൃത്വം കൊടുത്ത തീവ്രവാദി സംഘടന. ആ തീവ്രവാദി സംഘടന അവിടുത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകരാണ്, ഇല്ലേ? അങ്ങനെ മനസ്സിൽ തീവ്രവാദവും പുറത്ത് ജീവകാരുണ്യവും കൊണ്ട് നടക്കുന്ന ഇരട്ടത്താപ്പ് മനുഷ്യന് ചേരാത്ത ഒരു വർഗീയവാദിയാണ് സുരേഷ് ഗോപി. കാലാകാലങ്ങളിൽ അത് ഉപയോഗിക്കും. ഈ കാപട്യത്തോടു കൂടി അയാൾ അത് ഉപയോഗിക്കും. ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിച്ചു നിർത്തും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അതിന് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. രാഹുൽ ഈശ്വർ, ഒരൊറ്റ ക്വസ്റ്റ്യൻ. അതായത് ഈ ബജറ്റിന്റെ കാര്യത്തിലേ ഇപ്പൊ ഈ BJPയെ സംബന്ധിച്ച് BJP കേരളം പിടിക്കണം, കേരളത്തിൽ ഭരണത്തിൽ വരണം. കേരളത്തിൽ ഒരു MP ഉണ്ടായിട്ടുള്ളൂ തൃശ്ശൂരിൽ നിന്ന്. അതൊരു ആക്സിഡന്റൽ MP അല്ല എന്നെങ്കിലും BJPക്ക് തെളിയിക്കണമെങ്കിൽ ഈ മാതിരി ഒരു സാമ്പത്തിക സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നത് ഉചിതമാകുമോ? അവിടെ പെട്ടെന്ന് 2-3 കാര്യങ്ങൾ മടി പറഞ്ഞു. ഒന്ന്, ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമൊക്കെ നമ്മൾ അത്തരം വിഷയങ്ങൾ പരാമർശിക്കരുതെന്നുള്ളതാണ്. എനിക്ക് രാജു പി നായർജിയെ ഇഷ്ടമാണ്. അദ്ദേഹത്തോട് ഒരു ബഹുമാനത്തോടു കൂടി ഒരു സബ്മിഷനേ ഉള്ളൂ. കടുപ്പിക്കല്ലേ ജി, അത്രയൊന്നും കടുപ്പിച്ച് നമ്മൾ പറയരുത്. ഇനി ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ നേരത്തെ പറഞ്ഞുകൊണ്ട് പറയാം. ഈ പുഴു സിനിമ ഇറങ്ങിയപ്പോൾ ഞാനത് കാണുകയും അതിൽ ബ്രാഹ്മണ വിരോധം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അന്ന് ശ്രീ സുരേഷ് ഗോപി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്, ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയുന്നത്, മമ്മൂക്ക സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും മമ്മൂട്ടി സാറിനെ അല്ല, സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ്. ശ്രീ സുരേഷ് ഗോപി അറിയാവുന്നവർക്ക് അറിയാം, അദ്ദേഹം കൂടുതൽ ക്ലോസ് എന്നും മമ്മൂക്കയോടായിരുന്നു. മോഹൻലാൽ സാറിനെ കാട്ടി കൂടുതൽ ക്ലോസ്. അത് മറ്റൊരു കാര്യമാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നേടിയെടുക്കുക നമ്മുടെ ഒരു കഴിവ് കൂടിയാണ്. ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയ സ്റ്റാൻഡ് രാഹുൽ ഈശ്വർ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്റ്റാൻഡ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്റ്റാൻഡ് അദ്ദേഹം തുറന്നു പറയണമായിരുന്നു. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഈ പുഴുവിന്റെ കാര്യം അല്ല, ശ്രീ ചന്ദ്രബാബു നായിഡു അടക്കം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം കേരളത്തെക്കുറിച്ച് വൈറലായി. അത് രാഹുൽ ഈശ്വർ ആണെങ്കിലും ശ്രീ റഹീം MP ആണെങ്കിലും രാജു പി നായരാണെങ്കിലും അജിംസ് ആണെങ്കിലും അഭിമാനത്തോടെ കാണേണ്ടതാണ്. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം ഇരിക്കുന്ന വേദിയിൽ BJPയുടെ വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ചന്ദ്രബാബു നായിഡു പറഞ്ഞത് കേരളമാണ് ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം, ഏറ്റവും പോസിറ്റീവാണ്, പ്രോഗ്രസീവാണ്, പ്ലൂറലിസ്റ്റിക് ആണ്, ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണെന്നാണ് ആന്ധ്ര മുഖ്യമന്ത്രി BJPയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി പറഞ്ഞത്. അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന വലിയ ബഹുമാനമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയണം. കേരളത്തിലെ BJP അധ്യക്ഷൻ പോലും അല്ല എന്നുള്ളതാണ് നാണക്കേട്. ശ്രീ രാഹുൽ ഈശ്വർ, ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുള്ളതല്ല. കേരളത്തിലെ BJP അധ്യക്ഷൻ അത് പറയില്ല, കേരളത്തിൽ 2 കേന്ദ്രമന്ത്രിമാർ അത് പറയില്ല. അതാണ് നമുക്ക് നാണക്കേട്. അവിടെ
അവിടെയാണ് ചന്ദ്രബാബു നായിഡുവിനെ പോലെ ഹൈദരാബാദിന്റെ സിഇഒ ആയിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പോസിറ്റീവായ ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തെ കാണുന്നത്. എല്ലാവരുടെയും വേദിയിലാണ്, നമ്മുടെ മലയാളികൾ ആരും ഇല്ല, നമ്മളെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് കേരളം ഇന്ത്യയിലെ ബെസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് നമുക്കടക്കം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവാർഡാണ്. പിന്നെ ഒരു കാര്യം കൂടെ റഹീംജിയോട് രാഷ്ട്രീയപരമായ മറുപടിയാണ്. മനുവാദത്തിനും ഗോഡ്സെ വാദത്തിനും മതതീവ്രവാദത്തിനും ജാതിവാദത്തിനും ഗാന്ധിവാദമാണ് മറുപടി. ആ ഗാന്ധിവാദം ആരെയും അകറ്റി നിർത്തുകയല്ല, എല്ലാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരെ റിഫോം ചെയ്യാൻ നോക്കുന്ന ഒരു സമീപനമാണ് ഗാന്ധിവാദം. ആ ഗാന്ധിവാദം മുമ്പോട്ട് വെച്ച് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് പോസിറ്റീവായി നിൽക്കാം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊക്കെ എന്നും കാണും, പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ. പണ്ട് ഇന്നസെന്റ് സഖാവ് അല്ലെങ്കിൽ ശ്രീ ഇന്നസെന്റ് എംപി പറയുന്നുണ്ട്, നരേന്ദ്രമോദി ആണെങ്കിലും വേറെ ആരാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയണമെന്ന്. ആ നേടിയെടുക്കാൻ കഴിയുന്നത് അങ്ങടക്കമുള്ള നേതൃക്കൾ നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കട്ടെ. അതിന് കക്ഷി രാഷ്ട്രീയം ഒന്നും വേണ്ട. നമ്മൾ തമിഴന്മാരെ ആ കാര്യത്തിലെങ്കിലും കണ്ടുപിടിക്കണം. തമിഴന്മാർ AIDMK DMK തമ്മിൽ അവിടെ അടികൂടും, പക്ഷേ ഡൽഹിയിലെത്തിയ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ തമിഴന്മാർ നല്ലൊരു മാതൃകയാണ്. ആ മാതൃകയിൽ ഇവിടെ LDF UDF അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ് പാർലമെന്റിൽ. പക്ഷേ കേരളത്തിനെതിരെ രണ്ട് കേന്ദ്രമന്ത്രി എന്ത് ചെയ്യുവർ, എന്ത് ചെയ്യും? ഈ എതിരെ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാരെയും കൂടെ കൂട്ടി കൂടുതൽ കാര്യങ്ങൾ നേടുക. രാജഗോപാൽ സാറൊക്കെ ഇരുന്നപ്പം കേരളത്തിന് വേണ്ടിയും റെയിൽവേക്ക് വേണ്ടിയും അടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നല്ലേ. രാജഗോപാൽ സാർ കേരളത്തിന്റെ ഏറ്റവും നല്ല അംബാസിഡർ ആണെന്നല്ലേ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ O രാജഗോപാൽ എന്ന് പറഞ്ഞ BJP മന്ത്രിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കാകണം. ഡൽഹിയിൽ എത്തുമ്പോൾ നമ്മൾ മലയാളികളും നമ്മുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാവണം. അതിന് കക്ഷി രാഷ്ട്രീയം നോക്കരുത്. മുന്നിലാണ്. ഇനി സുരേഷ് ഗോപി അങ്ങനെ വിളിക്കുമ്പോൾ കാര്യമൊക്കെ പറയോ? ആരാണ് സുരേഷ് ഗോപി? ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു ഫാനാണ്, അദ്ദേഹത്തിന്റെ ഒരു അഡ്മയറും ഫാനും ഒക്കെയാണ്. ശ്രീ സുരേഷ് ഗോപി അടക്കം ഈ തമിഴന്മാരുടെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം തന്നെ പലപ്പോഴും വെളി പറഞ്ഞിട്ടുള്ളതാണ്. തമിഴന്മാർക്ക് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അറിയാം, നമ്മൾ മലയാളികൾക്ക് വേണ്ട രീതിയിൽ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ നേടിയെടുക്കാൻ കഴിയണം. അതിന് റഹീംജി അടക്കം നേതൃത്വം കൊടുക്കണമെന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ് അദ്ദേഹത്തോട്. ഓക്കെ, ഓൾറെഡി ആ നേതൃത്വം ഉണ്ട്. പക്ഷെ പ്രശ്നം രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ്. അതിലൊരു റിമോഴ്സും അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണോ അതല്ല BJP എന്ന പാർട്ടിയുടെ പ്രശ്നമാണോ എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം. വളരെ നന്ദി ശ്രീ റഹീം, ശ്രീ രാജു പി നായർ, ശ്രീ രാഹുൽ ഈശ്വർ ഇത്രയും സംസാരിച്ചു.